ആദ്യം ഗ്രൗണ്ടിന്റെ ഇക്വേഷൻസ് സാർ എഴുതാം. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊജക്ടൈൽ പോകുന്നത്. ഈ പ്രൊജക്ടൈലിന് there is an angle theta at which it is being projected. ഒരു ആംഗിൾ തീറ്റയിലാണ് നമ്മൾ ഈ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു ആംഗിൾ തീറ്റയിൽ ഈ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രൊജക്ട് ചെയ്യുന്നത് ഒരു വെലോസിറ്റി യുയിലാണ്. ഈ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ടാകും. തീറ്റ അഡ്ജസന്റ് ആയിട്ട് വരുന്ന ഈ സൈഡിനെ ഞാൻ യു കോസ് തീറ്റ കമ്പോണന്റ് എന്നും മറ്റതിനെ ഞാൻ യു സൈൻ തീറ്റ കമ്പോണന്റ് എന്നുമാണ് വിളിക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എറിയുമ്പോൾ ഐ ആം ത്രോയിങ് ദ ഒബ്ജക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. ഒരു ആംഗിൾ ആ ഒബ്ജക്റ്റ് പോകണമെങ്കിൽ ഈ ഒബ്ജക്റ്റിന് ഹൈറ്റ് ഗെയിൻ ചെയ്യാനുള്ള വെലോസിറ്റി ഉണ്ടാകണം, ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള വെലോസിറ്റി ഉണ്ടാകണം. അതിന്റെ അർത്ഥം ആ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട് എന്നാണ്. എന്തിനൊക്കെയുള്ള കമ്പോണൻസ് ആ ഉള്ളത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി യു കോസ് തീറ്റ, വെർട്ടിക്കൽ ഹൈറ്റ് കവർ ചെയ്യാൻ വേണ്ടി യു സൈൻ തീറ്റ. മക്കൾ ഇനി ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, the range depends on the horizontal component of velocity. The range depends on horizontal component of velocity. Range horizontal component of velocity ആണ് ഡിപെൻഡ് ചെയ്യുന്നത്. Height and time of flight depends on the vertical component of velocity. Depends on vertical component of velocity. അപ്പൊ സാറ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ യു സൈൻ തീറ്റ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വെർട്ടിക്കൽ കമ്പോണന്റ് എന്നേ പറഞ്ഞോളൂ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് എപ്പോഴും യു സൈൻ തീറ്റ ആവണമെന്നില്ല. ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് തീറ്റ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ആയിരിക്കും പരീക്ഷയ്ക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എന്റെ യു കോസ് തീറ്റ, ഇതായിരിക്കും എന്റെ യു സൈൻ തീറ്റ. മനസ്സിലായോ? അപ്പോ ഇവിടെ യു സൈൻ തീറ്റയാണ് എന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, യു കോസ് തീറ്റയാണ് എന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ യു കോസ് തീറ്റ എന്ന് ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല, അത് കൺസെപ്ച്വലി മനസ്സിലാക്കണം, എന്നാലേ ഇതിന് മീനിങ് വരത്തുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോ ഇവിടെയാണ് തീറ്റ. ലുക്ക് ഹിയർ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് തീറ്റ വരുന്നതെങ്കിൽ ദിസ് ഇസ് ഗോണ ബി യു കോസ് തീറ്റ, ദിസ് ഇസ് ഗോണ ബി യു സൈൻ തീറ്റ. നേരെ തിരിച്ചാണെങ്കിൽ തീറ്റ ഏത് സൈഡിനോടാണോ അഡ്ജസന്റ് ആയിട്ട് വരുന്നത് ആ സൈഡാണ് യു കോസ് തീറ്റ എന്ന് പറയുന്നത്. മക്കൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വേണം എപ്പോഴും കേട്ടോ. ആൻഡ് റേഞ്ച് ഏത് കമ്പോണന്റ് ഡിപെൻഡ് ചെയ്യും? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി പ്രൊജക്ടൈൽ. ഞാൻ പ്രൊജക്ട് ചെയ്ത പോയിന്റ് മുതൽ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുന്ന ആ പോയിന്റ് വരെ ഇവൻ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്ന മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് ഞാൻ എച്ച് മാക്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് വാട്ട് യു കോൾ ബൈ എച്ച് മാക്സ്, ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പൊ ഈ രണ്ട് ടേംസും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി വേണ്ടത് ഇതിന്റെ ഇക്വേഷൻ ആണ്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. മക്കളെ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി മക്കൾ ഓർക്കുന്നുണ്ടാവും. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്. 2 into സൈൻ തീറ്റ കോസ് തീറ്റ. റേഞ്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ആണ്. ആൻഡ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് റേഞ്ച് വിൽ ബി ദ സെയിം if theta is defined with respect to vertical or horizontal. Vertical or horizontal. Theta ഞാൻ ഇവിടെ പറഞ്ഞില്ലേ രണ്ടായിട്ട് പറയാന്ന്. അപ്പൊ vertical with respect to vertical പറഞ്ഞാലും or horizontal പറഞ്ഞാലും റേഞ്ചിന് മാറ്റം ഉണ്ടാകില്ല. Range will be the same. ഇനി അടുത്ത ഹൈറ്റ് എടുക്കുമ്പോൾ maximum height is given by u square sin square theta by 2g. ഇത് മക്കളെ ഈ ഇക്വേഷൻ എപ്പോൾ എഴുതുന്നറിയോ? തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ.
ഈ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് ഒരു 95% കേസസിലും വരാറ്. എന്നാൽ ആ 5% ബാക്കിയുള്ള 5%-ല് തീറ്റ വിത്ത് റെസ്പെക്ട് ടു വേർട്ടിക്കൽ വരാം. അപ്പൊ തീറ്റ വിത്ത് റെസ്പെക്ട് ടു വേർട്ടിക്കൽ ആണെങ്കിൽ h will be equal to u square cos square theta divided by 2g എന്ന് വരും. അത് ഇത് എന്തിന്റെയാണ്? തീറ്റ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ആണെങ്കിൽ ദിസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ h equal to u square sin square theta by 2g, h equal to u square cos square theta by 2g. രണ്ട് ഇക്വേഷൻസ് എഴുതാം depending on the condition, depending on where the theta is specified. Okay, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെയുള്ള ആ രണ്ട് ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇനിയും അടുത്തത് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിട്ടൺ ലൈക്ക് ദിസ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി, ക്യാപിറ്റൽ ടി ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ഫ്രം ദി ഇൻസ്റ്റന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ദി ഇൻസ്റ്റന്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. അതാണ് ടി എന്ന് പറയുന്നത്. ആൻഡ് ടി ഈസ് ഗിവൻ ബൈ 2u sin theta by g. 2u sin theta by g. ഇതും എപ്പോഴാണ്? തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആകുമ്പോ. തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആകുമ്പോ ഞാൻ പറഞ്ഞു 95% കേസിലും തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്. 95%. ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എന്നോ വെർട്ടിക്കൽ എന്നോ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾക്ക് ഈ 95% വരുന്ന കേസ് എടുക്കാം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, മറ്റതാണെങ്കിൽ എടുത്ത് പറയും വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ റേഞ്ച് മാക്സിമം ആകുന്ന സിറ്റുവേഷൻ. റേഞ്ച് മാക്സിമം ആകുന്നത് നമ്മുടെ പ്രൊജക്ടൈൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രിയിൽ ലോഞ്ച് ചെയ്യുമ്പോഴായിരിക്കും റേഞ്ച് മാക്സിമം വരിക. അത് ഓർക്കേണ്ട ഒരു കണ്ടീഷൻ ആണ്. Range will be maximum when the particle is launched at theta equal to 45 degree. അപ്പൊ നമുക്ക് റേഞ്ച് മാക്സിമം റേഞ്ച് ഇങ്ങനെ എഴുതാം. u square sin 2 into 45 by g. u square sin 2 theta by g. This is going to be equal to sin 45 into 2 എന്ന് വെച്ചാൽ sin 90 ആണ്. അത് 1 ആണ്. അപ്പൊ u square by g ഇങ്ങനെ വരും റേഞ്ച്, മാക്സിമം റേഞ്ച്. ഓക്കെ, ഇനി അതുപോലെ മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ റേഞ്ച് വിൽ ബി ഈക്വൽ. റേഞ്ച് വിൽ ബി ഈക്വൽ ഫോർ കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസ്. Complementary angles. Okay, range will be equal for complementary angles. നമുക്ക് ഓർത്ത് വെക്കാം കേട്ടോ. Range will be equal for complementary angles. Please remember that also. So, complementary angles എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടൈല് തീറ്റയില് ലോഞ്ച് ചെയ്താലോ 90 മൈനസ് തീറ്റയില് ലോഞ്ച് ചെയ്താലോ, ഇപ്പൊ രണ്ട് ആംഗിൾ ഏതൊക്കെയാ? ഒന്നല്ലെങ്കിൽ തീറ്റയില് ലോഞ്ച് ചെയ്താലോ 90 മൈനസ് തീറ്റയിൽ ലോഞ്ച് ചെയ്താലും റേഞ്ച് വിൽ ബി ദ സെയിം. ഇത് ഓർക്കേണ്ട കണ്ടീഷൻ ആണ്. തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ കോംപ്ലിമെന്ററി ആംഗിൾസ്, റേഞ്ച് വിൽ ബി സെയിം. അതാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. സോ ഇഫ് യു ആർ ലോഞ്ചിങ് യുവർ പ്രൊജക്ട് അറ്റ് തീറ്റ ഓർ 90 മൈനസ് തീറ്റ, ദ റേഞ്ച് വിൽ ബി സെയിം. ഓക്കെ, ഇനി അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറയും. ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ട്രാജക്ടറി എന്ന് പറയുമ്പോൾ ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്തില് എവിടെ വേണമെങ്കിലും ഇട്ടുകൊടുത്ത് സാറ്റിസ്ഫൈഡ് ആകുന്ന ഇക്വേഷനെയാണ് നമ്മൾ ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ വിച്ച് ഇസ് സാറ്റിസ്ഫൈഡ് അറ്റ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ പോയിന്റ് ഓൺ ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ. ട്രാജക്ടറി ഇക്വേഷൻ. ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. y is equal to x tan theta minus half g x square by u square cos square theta. ഇതാണ് ഇത് ബൈ ഹാർട്ട് മക്കളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. y is equal to x tan theta minus half g x square by
u square cos square theta. That is our equation. Trajectory equation മക്കൾ മസ്റ്റ് ആയിട്ടൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, ട്രാജക്ടറി ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രൊജക്ടൈൽ മോഷന്റെ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലില് മെയിൻ ആയിട്ട് കവർ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രൊജക്ടൈൽ മോഷനിലേക്ക് പോകുമ്പോൾ ഹൊറിസോണ്ടലി ലോഞ്ച്ഡ് പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ വാട്ട് ഡു യു ഹാവ് ടു റിമെമ്പർ? ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻസ് എല്ലാം കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. ഹൊറിസോണ്ടലി ലോഞ്ച്ഡ് here conditions are like this. ഒരു ടവറിന്റെ മുകളിൽ നിന്നോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നോ പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുന്നു. അപ്പൊ പ്രൊജക്ടൈൽ പോകുന്നത് ഇങ്ങനെയായിരിക്കും, പ്രൊജക്ടൈൽ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി അതിനെ ഡിഫൈൻ ചെയ്യാം. യു എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ദാറ്റ് വിൽ ബി യു കോസ് തീറ്റ എന്ന് ഞാൻ എഴുതും. പക്ഷെ ഇവിടെ മക്കളെ ഹൊറിസോണ്ടലി ആ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. സോ യു കോസ് തീറ്റ വിൽ ബി യു. യു വൈ എന്ന് വെച്ചാൽ യു സൈൻ തീറ്റയാണ്. തീറ്റ ഇവിടെ 0 ആയതുകൊണ്ട് ദിസ് വിൽ ബി 0. അപ്പൊ യു എക്സ് വിൽ ബി യു, യു വൈ വിൽ ബി 0. കുറച്ചു നേരം കഴിഞ്ഞ് മേ ബി ആഫ്റ്റർ ടൈം ടി വാട്ട് വിൽ ബി ദ വെലോസിറ്റി? ഇവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി വി എന്താണെന്ന് ചോദിച്ചാൽ ഈ വെലോസിറ്റി വിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാകും. ഒന്ന് നമ്മുടെ വി എക്സ് ഉണ്ടാകും, രണ്ട് നമ്മുടെ വി വൈ ഉണ്ടാകും. അപ്പോ ആ വെലോസിറ്റിക്ക് എത്ര കമ്പോണൻസ് ഉണ്ട്? രണ്ട് കമ്പോണൻസ് ആണുള്ളത്. അപ്പൊ ഈ വെലോസിറ്റി വിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ്. ഇങ്ങനെ എഴുതാം. ഐ ക്യാപ്പും ജെ ക്യാപ്പ് ഇടാനുള്ള കാരണം ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓർ സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം മാഗ്നിറ്റ്യൂഡ് ആയിട്ട്. ഇന്നലെ സാർ എഴുതി രണ്ട് ക്വാണ്ടിറ്റി ഇങ്ങനെയാണെങ്കിൽ അവന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് 2 വി എക്സ് വി വൈ കോസ് തീറ്റ എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി എക്സും വി വൈ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. കോസ് 90 വിൽ ബി 0. അതുകൊണ്ടാണ് ഇത്രയും മാത്രം എടുക്കുന്നത്. മക്കൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടറിന് സാർ പറഞ്ഞില്ല, അവിടെയും ഇവിടെയും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി is assumed to be a constant in a projectile motion. ഓർത്ത് വെക്കുക, horizontal component of velocity is assumed to be a constant. അത് രണ്ട് ടൈപ്സ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, ഏത് ടൈപ്സ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ എടുത്താലും horizontal component of velocity is assumed to be a constant. ഓർത്ത് വെക്കണേ, horizontal component of velocity is assumed to be a constant in a projectile motion. അപ്പൊ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പ്രൊജക്ടൈൽ മോഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ Vx will be equal to Ux everywhere. അത് എത്ര സമയം കഴിഞ്ഞോട്ടെ, എത്ര സമയം കഴിഞ്ഞാലും Vx എപ്പോഴും Ux ആയിരിക്കും. അതായത് വെലോസിറ്റി ആഫ്റ്റർ എ സർട്ടൻ ടൈം ആണ് നമ്മൾ Vx എഴുതുന്നത്. അപ്പോ 10 മിനിറ്റ് കഴിഞ്ഞാലോ 20 മിനിറ്റ് കഴിഞ്ഞാലോ 1000 മിനിറ്റ്സ് കഴിഞ്ഞാലോ whatever it is, the horizontal component of velocity will be a constant. Starting മുതൽ എൻഡ് വരെ horizontal component of velocity will be a constant value. മക്കൾ ഓർത്ത് വെക്കുക, very very important point. So Vx is equal to Ux. The horizontal component is a constant. Okay. So ഇനി ഇത് ബേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you will be getting V is equal to root of Vx ന് പകരം നമുക്ക് Ux. Ux എന്ന് പറഞ്ഞ ഇവിടെ എന്താ മക്കളെ? U ആണ്. So U square plus Vy. Vy മാറും കേട്ടോ. Vy vertical component. അത് എങ്ങനെ മാറും? Vy is equal to Uy plus plus Gt. Yeah. അത് നമ്മുടെ V is equal to U plus AT ഫോർമുല അല്ലേ? ആ ഫോർമുല സാർ എഴുതിയിരിക്കുന്നത്. V is equal to U plus AT ഫോർമുലയാണ് സാർ എഴുതിയിട്ടുള്ളത്. So Vy is equal to Uy plus Gt.
പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, യുടെ വാല്യൂ എന്താ? 0 ആണ്. സോ vy will be equal to 0 plus gt. ഈ ടി നമുക്ക് അറിയത്തില്ല, ഏതോ ഒരു ടൈം അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you're going to get gt the whole square. So the v value is equal to the velocity after t seconds. This is the equation for velocity after t seconds. And the root of u square plus gt the whole square എന്നാണ് velocity after t seconds വരുന്നത്. Okay, so please remember that. The velocity after t seconds is given by root of u square plus gt the whole square is the equation for the velocity after t seconds. Okay, ഈ equation മക്കളെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. It's an important equation. Alright. പിന്നെ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ. അപ്പൊ വെലോസിറ്റി ആഫ്റ്റർ ടി സെക്കൻഡ്സ് എഴുതി. ഇനി നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് മൈ റേഞ്ച് ഹിയർ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ, ദാറ്റ് ഇസ് മൈ റേഞ്ച്. ഈ ഒരു കേസിൽ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് range r is equal to, the formula is u into root of 2h by g. That is the range. So this is my h. This is my h. u root of 2h by g ആണ് നമ്മുടെ range എന്ന് പറയുന്നത്. ഇനി time of flight ആണെങ്കിലോ, time of flight എന്ന് പറഞ്ഞാൽ time taken by the projectile from this point to this point. Time of flight is equal to root of 2h by g. Range u root of 2h by g ആണ്. Time of flight root of 2h by g ആണ്. h ന് പ്രത്യേകിച്ച് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം h ഒരു ഹൈറ്റിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. ആ ഹൈറ്റ് നമുക്ക് മിക്ക കേസിൽ അറിയായിരിക്കും. അത് അറിയില്ലെങ്കിൽ തന്നെ based on the conditions of range and the time of flight we can actually find out the value for that. Okay, അപ്പോൾ റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും, റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷനും നമ്മൾ എഴുതി. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതി, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഓക്കെ മക്കളെ, സോ റേഞ്ച് എഴുതി, ടൈം ഓഫ് ഫ്ലൈറ്റ് എഴുതി. അപ്പൊ നമ്മൾ ഇനി നമുക്ക് എഴുതേണ്ടത് ട്രാജക്ടറി ഇക്വേഷൻ ആണ്. ട്രാജക്ടറി ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ സിമ്പിൾ ആണ് ട്രാജക്ടറി ഇക്വേഷൻ. ഇവിടെ ട്രാജക്ടറി ഇക്വേഷൻ അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് നമുക്കൊന്ന് എഴുതി വെക്കാൻ വേണമെങ്കിൽ. ട്രാജക്ടറി ഇക്വേഷൻ ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് ഇക്വേഷൻസ്, എങ്ങനെയാ ട്രാജക്ടറി ഇക്വേഷൻ എഴുതുന്നത് കൂടി സാർ കാണിച്ചു തരാം. എക്സ് ഈക്വൽ ടു യു ടി, ഇതെങ്ങനെ എഴുതിയെന്ന് അറിയോ? നമ്മുടെ ഈ ഫോർമുല എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഫോർമുല. എക്സ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ we assume that the horizontal component of velocity is a constant. മക്കളെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ 0 ആണ്. That is the meaning. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ 0 ആണ് എന്നാണ് മീനിങ്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ മക്കളെ 0 ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ എന്താണ് മക്കളെ? 0 ആണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു യു ടി എഴുതിയാൽ മതി. ഈ ഹാഫ് എ ടി സ്ക്വയർ ഇല്ലേ, അത് എഴുതേണ്ട ആവശ്യമില്ല. We don't have to write that because a is assumed to be 0 there. അപ്പൊ x equal to ut എന്ന് വന്നു, y will be equal to vertical component എഴുതുമ്പോ y will be corresponding to uyt. പക്ഷെ uyt നമുക്കറിയാം എന്താണ്, uyt ഇല്ല, uyt 0 ആണ്. ഓക്കെ, uyt പ്ലസ് ഹാഫ് gt സ്ക്വയർ. ഇവിടുന്ന് ടി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ഇക്വേഷൻ ഇതാകും, y is equal to half into g into x square by u square. മക്കളെ, ഇതാണ് ട്രാജക്ടറി ഇക്വേഷൻ ഫോർ ദിസ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സാർ പറഞ്ഞതേ ഉള്ളൂ. y equal to half g x square by u square is the trajectory equation for this. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പിന്നെ നമുക്ക് മുന്നേ പറഞ്ഞ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലില്
നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെലോസിറ്റി ആഫ്റ്റർ ടി സെക്കൻഡ്സ് കൂടി ഡിഫൈൻ ചെയ്യാം ഈ ഒരു കണ്ടീഷനിൽ. ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞ കണ്ടീഷൻസിൽ മേ ബി ഞാൻ ഇവിടെ എത്തുമ്പോൾ വാട്ട് ഇസ് മൈ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ഇവിടെ വി വൈ എക്സ് ആണ്, ഇത് വി വൈ ആണ്. ഇവിടെ ഞാൻ വി എക്സ് വി വൈ ഡിഫൈൻ ചെയ്താൽ വി എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ, ബിക്കോസ് യു കോസ് തീറ്റ ആണ് എന്റെ യു എക്സ്. ഞാൻ ഈ ഇക്വേഷൻ എഴുതുന്നത് ഫോർ a projectile launched at an angle theta with respect to the horizontal ആണ് കേട്ടോ. vy എന്ന് പറയുമ്പോൾ it is going to be uy മൈനസ് ജി ടി വരും ഈ കേസിൽ. ഇവിടെ മൈനസ് ജി ടി വരാൻ കാരണം പ്രൊജക്ടൈൽ ആദ്യം മുകളിലേക്കാണ് എറിയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനീഷ്യൽ മോഷൻ മുകളിലേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇഫ് ഐ ആം ത്രോയിങ് ആൻ ഒബ്ജക്ട് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ അത് നെഗറ്റീവ് ആണ്. സോ uy മൈനസ് ജി ടി. കുറച്ച് മുന്നേ അപ്പുറം നമ്മൾ എഴുതിയത് uy പ്ലസ് ജി ടി എന്നാണ്. കാരണം പ്രൊജക്ടൈൽ ഹൊറിസോണ്ടലി ലോഞ്ച് ചെയ്തു, അത് താഴത്തോട്ടാണ് വരുന്നത്. ഇത് ഇനീഷ്യൽ മോഷൻ എങ്ങോട്ടാണെന്നാണ് നോക്കേണ്ടത്, ഇത് മുകളിലേക്കാണ്. സോ മൈനസ് ജി ടി. അപ്പൊ നമുക്ക് വി വൈ ഇങ്ങനെ എഴുതാം മക്കളെ, വി വൈ എസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വി എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയറിനകത്ത് ഈ വി എക്സിന്റെ വാല്യൂവും ഈ വി വൈയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദ വെലോസിറ്റി ആഫ്റ്റർ ടി സെക്കൻഡ്സ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കേസസ്. ഒന്ന് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈല്, രണ്ട് പ്രൊജക്ടൈൽ ലോഞ്ച്ഡ് ഹൊറിസോണ്ടലി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. പ്ലീസ് റിമെമ്പർ ദീസ് തിങ്സ് വിച്ച് ഐ ഹാവ് ടോട്ട് യു നൗ റൈറ്റ് നൗ. വിട്ടുകളയരുത്, ശരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, ഓർത്തിരിക്കേണ്ട കുറെ അധികം ഇക്വേഷൻസ് ആണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, നീറ്റിനും കീം പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞോടാ സാർ. ഇപ്പം പറഞ്ഞ പറഞ്ഞു ഏതാ, ഇതാണോടാ ഈ കേസ് ആണോ പറഞ്ഞത്? ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ടിന്റെ കേസാ. ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ടിന്. അപ്പൊ ഗ്രൗണ്ട് ടു ഗ്രൗണ്ടിന് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റയാണ്. ഇനീഷ്യൽ വെലോസിറ്റി അതിന് രണ്ട് കമ്പോണൻസ് ആണ് നമുക്ക് ഉള്ളത്. ഒന്ന് യു എക്സ് എന്ന കമ്പോണന്റ്, മറ്റൊന്ന് യു വൈ എന്ന കമ്പോണന്റ്. അപ്പൊ യു എക്സ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്നാണ് പറയുന്നത്. When my theta is with respect to the horizontal, and the horizontal component എന്ന് പറയുന്നത് u cos theta ആണ്. When theta is with respect to the horizontal, മക്കൾ ഓർക്കണം, തീറ്റ ഏത് സൈഡിനോടാണോ അഡ്ജസന്റ് ആയിട്ട് വരുന്നത് ആ സൈഡിനെ ഞാൻ u cos theta എന്നാണ് വിളിക്കുന്നത്. തീറ്റ ഏത് സൈഡിനോട് അഡ്ജസന്റ് ആയിട്ടാണോ വരുന്നത് ആ സൈഡിനെ ഞാൻ u cos theta എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മറ്റേ സൈഡോ വെർട്ടിക്കൽ സൈഡ് ഉണ്ട്, അതിനെ യു സൈൻ തീറ്റ എന്ന് വിളിക്കും. I'll call that side as u sin theta. ഓക്കെ, അപ്പോ ഹൊറിസോണ്ടൽ സൈഡിനെ യു കോസ് തീറ്റ എന്നും വെർട്ടിക്കൽ സൈഡിനെ ഞാൻ വിളിക്കുന്നത് യു സൈൻ തീറ്റ എന്നുമാണ്. മക്കളെ ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം. അപ്പൊ യു എക്സ്, അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്ന ഒരു അസംഷൻ, നമ്മള് മറ്റിടത്ത് പറഞ്ഞ അതേ അസംഷൻ ഇവിടെയും വാലിഡ് ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി is assumed to be a constant in a projectile motion. അത് projectile motionൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് horizontal component of velocity constant ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഈ horizontal component of velocity is a constant. ഈ vx എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു ux ആണ്. horizontal component എവിടെ എടുത്താലും, ഞാൻ ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും എവിടെ എടുത്താലും vx will be equal to ux. Horizontal components will be equal. അപ്പൊ vx equal to u cos theta, അതുകൊണ്ടാണ് vx equal to ux ആയതുകൊണ്ടാണ് എനിക്ക് u cos theta എന്ന് എഴുതാൻ പറ്റിയത്. ഇനി vy എന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ ആണ്, v equal to u minus at. ഞാൻ മൈനസ് ഇടാനുള്ള കാരണം ഈ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് എറിയുന്നത്. പ്രൊജക്ടൈലിന് മുകളിലേക്ക് എറിയുമ്പോൾ ആക്സിലറേഷൻ വിൽ ബി നെഗറ്റീവ്. സോ v is equal to u minus gt എന്ന് സാർ കിട്ടും. അപ്പോ v is equal to u minus gt യിൽ ഞാൻ ഇങ്ങനെ എഴുതി, vy equal to uy minus gt. വെർട്ടിക്കൽ കമ്പോണന്റ് എഴുതിയത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. uy എന്ന് വെച്ചാൽ എന്താ, u sin theta ആണ്. That is the initial vertical component of velocity. അപ്പൊ u sin theta കിട്ടും മൈനസ് gt. അപ്പൊ നമുക്ക് ഏതൊരു പോയിന്റിൽ v വേണമെങ്കിലും, സപ്പോസ് എനിക്കിത് ഇവിടത്തെ v ആണ് വേണ്ടത്, ഇവിടത്തെ v എന്ന് പറഞ്ഞാൽ that is actually equal to what? root of vx square plus vy square ആണ്. എവിടത്തെ v ആണെങ്കിലും അവന് രണ്ട് കമ്പോണൻസ് ഉണ്ടാകും. ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്.
So I'm actually writing this expression like that. ഇനി എനിക്ക് വി എക്സിന്റെ വി വൈന്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് വിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, വി അറ്റ് ടൈം ടി, ഒരു ടൈം ടി കഴിയുമ്പോഴുള്ള വെലോസിറ്റി ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ഡു ഇറ്റ്. മനസ്സിലായോ? Is it clear? Yes, sir. റഫിക്ക് മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചു മോളെ. ഫസ്റ്റില് പറഞ്ഞ ട്രാജക്ടറി ഇക്വേഷൻ മനസ്സിലായില്ല. ഫസ്റ്റിലെ ട്രാജക്ടറി ഇക്വേഷൻ മനസ്സിലായില്ല. ട്രാജക്ടറി ഇക്വേഷൻ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. കാരണം അത് ഡെറിവേഷൻസ് സാർ കാണിക്കുന്നില്ല, കൺഫ്യൂഷൻ വരും നമുക്ക്. അപ്പൊ ട്രാജക്ടറി ഇക്വേഷൻ ടേംസ് എന്തൊക്കെയാണ് സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ടേംസ് എന്ന് പറയുമ്പോൾ ഇതാണ് എന്റെ പ്രൊജക്ടൈൽ എന്ന് വിചാരിച്ചു, ഈ താഴെ കാണിക്കുന്നതാണ് എന്റെ പ്രൊജക്ടൈൽ. അപ്പൊ ഈ എക്സും വൈയും എന്ന് പറഞ്ഞാൽ, ഈ തീറ്റ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ടൈൽ എറിയുന്ന ആംഗിൾ ആണ് തീറ്റ. എക്സും വൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ, നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ് കോമ വൈ എന്ന് പറയുന്നത്. ട്രാജക്ടറി ഇക്വേഷൻ ഇസ് എൻ ഇക്വേഷൻ വിച്ച് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് at each and every single point on the path of the projectile. ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്തില് എല്ലായിടത്തും സാറ്റിസ്ഫൈഡ് ആകുന്ന ഇക്വേഷനെയാണ് നമ്മൾ ട്രാജക്ടറി ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കോർഡിനേറ്റ്സ് എക്സും വൈയും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോർഡിനേറ്റിലും ഈ ഒരു പോയിന്റിലും എല്ലായിടത്തും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ ഈ കോർഡിനേറ്റ്സ് ആണ്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ എന്ന് വെച്ചാൽ along the x axis the distance is x, along the y axis the distance is y. അതാണ് അതിന്റെ മീനിങ്, നിങ്ങൾ മാത്സിലൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പോലെ. അപ്പോ ഈ y ആൻഡ് x എന്ന് പറഞ്ഞാൽ മക്കളെ കോർഡിനേറ്റ്സ് ആണ്, ആ പൊസിഷൻ ആണ്, തീറ്റ ആംഗിൾ. ഇനി g നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. u is the initial velocity of projection. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഏത് വെലോസിറ്റിയിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ u. അപ്പൊ ഈ ട്രാജക്ടറി ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ എക്സിന്റെയും വൈയുടെയും ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ഓർത്ത് വെക്കുക, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ബൈ ഹാർട്ട് തന്നെ ഓർത്ത് വെക്കണം. ഇതിന്റെ ടേംസ് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്തിൽ ഏതൊരു എക്സ് കോമ വൈ എടുത്താലും ട്രാജക്ടറി ഇക്വേഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്, അത് സാറ്റിസ്ഫൈഡ് ആവും. ഈ പ്രൊജക്ടൈൽ പോകുന്ന പാത്തില് ഏതൊരു പോയിന്റ് എടുത്താലും ട്രാജക്ടറി ഇക്വേഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. മനസ്സിലായ മോളെ? യെസ് സർ. ഓക്കെ, വേറെ ആർക്കും സംശയമുള്ള ചോദിച്ചോ? വേറെ ആർക്കും എന്താ ഡൗട്ട് ഉള്ള ചോദിക്കട്ടോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പ്രൊജക്ടൈൽ is fired from the surface of the earth with a velocity of 5 meters per second and angle theta with the horizontal. Another projectile fired from another planet with a velocity of 3 meters per second at the same angle follows the same trajectory which is identical with the trajectory of the projectile fired from the earth. The value of acceleration due to gravity on the planet is. The value of acceleration due to gravity on the planet ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം നമുക്ക്. പ്രൊജക്ടൈൽ is fired from the surface of earth with a velocity. അപ്പോൾ പ്രൊജക്ടൈൽ ഫയർ ചെയ്ത വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി is 5. ആംഗിൾ തീറ്റ ആണെന്നാണ് പറയുന്നത്. Another projectile fired from another planet with a velocity of 3 meter per second. അപ്പോൾ വേറൊരു പ്ലാനറ്റിൽ പ്രൊജക്ട് ചെയ്യുന്ന എത്രയില്ല? 3 meter per second. വേറൊരു പ്ലാനറ്റില കേട്ടോ. At the same angle, തീറ്റയും സെയിം ആണ്. Follows a trajectory which is identical with the trajectory of the projectile fired from the earth. അപ്പൊ രണ്ട് കേസിലും ട്രാജക്ടറി സെയിം ആണ്, പാത്ത് സെയിം ആണ്. അതാണ് കൺസെപ്റ്റ്. രണ്ട് കേസിലും പാത്ത് സെയിം ആണ്. അപ്പൊ രണ്ട് കേസിലും പാത്ത് സെയിം ആണെങ്കിൽ മക്കളെ ഒരു കാര്യം നമുക്ക് പറയാം, രണ്ട് കേസിലെയും ഹൈറ്റ് സെയിം ആണ്, റേഞ്ച് സെയിം ആണ്. രണ്ട് കേസിലെയും ഹൈറ്റ് സെയിം ആണ്, റേഞ്ച് സെയിം ആണ്, ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആണ്. അപ്പൊ രണ്ട് കേസിലെയും ഹൈറ്റും റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആണ്. Follows a trajectory which is identical with the trajectory of the projectile from earth. Trajectory എന്ന് വെച്ചാൽ പാത്ത് ആണ്. അപ്പൊ രണ്ട് പ്രൊജക്ടൈലും ഫോളോ ചെയ്യുന്നത് ഒരേ പാത്താണ്. അപ്പൊ രണ്ട് പ്രൊജക്ടൈലും ഒരേ പാത്താണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ട് പ്ലാനറ്റിലാണ്. അപ്പൊ രണ്ടുപേരുടെയും ഹൈറ്റ് സെയിം ആയിരിക്കണം, റേഞ്ച് സെയിം ആയിരിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആയിരിക്കണം. എന്നാലേ രണ്ടുപേരും സെയിം പാത്തിലൂടെയാണ് പോകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. So both of them are following the same trajectory, and the same trajectory both of them are following means their path is actually kind of the same. അവർ പോകുന്ന പാത്ത് സെയിം ആണ്, അവരുടെ ഹൈറ്റ് സെയിം ആണ്, റേഞ്ച് സെയിം ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതി ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഏതിന്റെ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ ജി ഡാഷ് ആണ്, അത് കണ്ടുപിടിച്ചാൽ മതി. എർത്തിലെ വാല്യൂ ജി ആണ്, അത് നമുക്ക് അറിയാം. ജി ഡാഷ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഇക്വേഷൻസ് എഴുതാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ എച്ചിന്റെ ഇക്വേഷൻ എഴുതാം, റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതാം, മക്കൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എഴുതാം, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ എഴുതാൻ പോകുന്ന എച്ചിന്റെ ഇക്വേഷൻ ആണ്. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ, പ്ലാനറ്റിലാണെങ്കിലോ ഇത് എർത്തിലെ കേസാണ്. പ്ലാനറ്റിലാണെങ്കിൽ എച്ച് പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു യു, വ്യത്യാസമുണ്ട്, ഇത് യു എർത്ത് ആണ്, ഇത് യു പ്ലാനറ്റ് ആണ്. യു പ്ലാനറ്റ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, തീറ്റ വ്യത്യാസം ഇല്ല കാരണം രണ്ട് സ്ഥലത്തും സെയിം ആണ്, ഇത് ജി ഡാഷ് ആണ്. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടിയുണ്ടല്ലേ? ഈ രണ്ട് ഇക്വേഷൻസിന്റെ റേഷ്യോ എടുക്കും മക്കളെ, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക. ബിക്കോസ് ഹൈറ്റ് ഓൺ ദ പ്ലാനറ്റ് വിൽ ബി ഈക്വൽ ടു ദി ഹൈറ്റ് ഓൺ എർത്ത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ബിക്കോസ് സെയിം ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ സെയിം പാത്തിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് സെയിം ആയിരിക്കണം, റേഞ്ചും സെയിം ആയിരിക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആയിരിക്കണം. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, യു ഇ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഈക്വൽ ടു യു സ്ക്വയർ പി സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഡാഷ്. ഓക്കെ, അപ്പൊ യു ഇ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഈക്വൽ ടു യു പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഡാഷ്. ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്. നമുക്കിവിടെ കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്ത് കളയും. സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആവും. ഈ 2 and 2ന്റെ വാല്യൂ ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? ജി ഡാഷിൽ എനിക്ക് വേണ്ടേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ജി ഡാഷ് വിൽ ബി ഈക്വൽ ടു യു പി സ്ക്വയർ ഇൻറ്റു ജി ബൈ യു ഇ സ്ക്വയർ. ഇങ്ങനെ വന്നു. യു പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് സ്ക്വയർ, ഇതാണ് യു പി. അപ്പൊ 3 സ്ക്വയർ ദാറ്റ് ഇസ് 9 ഇൻറ്റു ജി നമുക്ക് തന്നിട്ടുള്ളത് 9.8 എന്നാണ്. ആ തന്നിട്ടുള്ളതിന് എടുക്കുവാണ്. ബെറ്റർ 10 എടുത്താലും കുഴപ്പമില്ല, ഞാൻ 10 എടുക്കാം. ബൈ യു ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 സ്ക്വയർ ദാറ്റ് ഇസ് 25. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാം മക്കളെ. 2 5 and 18 by 5 is like 3.6 something. Okay, അപ്പോൾ approximate answer close to that is 3.5. Option A will be the answer for the question. Okay, ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻ 9.8 എടുക്കാൻ പറഞ്ഞിട്ടും 10 എടുത്തതെന്ന് അറിയും?
ഞാൻ ഓപ്ഷൻ നോക്കിയപ്പോ ഈ ഓപ്ഷനൊക്കെ ഫാർ അപ്പാർട്ടാണ്. 3.5 കഴിഞ്ഞ് 5.9 ആണ്, പിന്നെ 16.3 ആ, പിന്നെ 110.8 ആ. ഓപ്ഷൻസ് തമ്മിൽ സഫീഷ്യന്റ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് മക്കളെ ഞാനിവിടെ 10 എടുത്തത്. അവർ 9.8 എടുക്കാൻ പറഞ്ഞിട്ടും. അപ്പൊ മക്കള് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ലെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ 9.8 എടുക്കേണ്ടി വരും കേട്ടോ. ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് തമ്മിൽ സഫീഷ്യന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് അപ്രോക്സിമേഷനും ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഗ്യാപ്പ് ഇല്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ 9.8 തന്നെ എടുക്കണം, എന്നിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? ഈ ചോദ്യം ഓക്കെ. അന്ന മനസ്സിലായി. റഫ, യെസ് സർ മനസ്സിലായി. കിരൺ, ഓക്കെ. ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. മക്കൾ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി ഒരു മെസ്സേജ്, സാർ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ മക്കൾ, എത്ര വട്ടം വേണമെങ്കിൽ സാർ പറഞ്ഞു തരാം, ക്ലിയർ ആക്കി പോകണം. അടുത്തത്, the velocity of a projectile at the initial point A is this one. Its velocity at point B is. Okay. ഇവിടെ നമ്മള് വൺ ഡയമെൻഷൻ പഠിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് ഞാൻ മുകളിലേക്ക് എറിയുന്ന വെലോസിറ്റി u ആണെങ്കിൽ ഇത് താഴെ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി u തന്നെ ആയിരിക്കും. ആ പോയിന്റ് മക്കൾ ഓർത്ത് വെക്കണം. ഞാൻ u വെലോസിറ്റിയിൽ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിഞ്ഞാൽ ഇത് തിരിച്ച് എന്റെ കയ്യിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി u തന്നെ ആയിരിക്കും. മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചോളാം. The initial velocity of projection will be equal to the final velocity with which it hits on the ground. ഓർത്ത് വെക്കുക, ഒരു ഒബ്ജക്റ്റ് ഞാൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് എറിഞ്ഞാൽ ഇവൻ ഗ്രൗണ്ടിൽ തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. There is no doubt, there is no change will be there in that. അപ്പോ ഓർക്കുക, ഞാൻ ഏത് വെലോസിറ്റിയിലാണ് ഒബ്ജക്റ്റിനെ എറിഞ്ഞത് അതേ വെലോസിറ്റിയിലായിരിക്കും ഇവൻ താഴെ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, സോ മക്കളെ ഇവിടെ ലെറ്റ്സ് സീ 2i cap plus 3j cap meter per second. The velocity of the projectile at the initial point A is this. അപ്പോ മനസ്സിലാക്കേണ്ടത് എയിലെ വെലോസിറ്റി എന്താണ്? 2i plus 3j. മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും, ഇവിടെ ഈ 2i എന്ന് പറയുന്നില്ലേ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. j എന്ന് പറയുന്നതില്ലേ നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. അതെങ്ങനെയാ അങ്ങനെ എഴുതിയത്? How do you write that? Because i cap എന്ന് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അത് x ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇനീഷ്യൽ, ഇത് ഫൈനൽ. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ പോവല്ലേ, ഈ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സാർ പറഞ്ഞിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ജേർണി ഓഫ് ദ പ്രൊജക്ടൈൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാ സാർ പറഞ്ഞേ? ആർക്കെങ്കിലും പറയാമോ? ത്രൂ ഔട്ട് ദ ജേർണി ഓഫ് ദ പ്രൊജക്ടൈൽ ഏതോ ഒരു കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഏതായിരുന്നു അത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. വെരി ഗുഡ്. ത്രൂ ഔട്ട് ദ ജേർണി of the projectile, the horizontal component of velocity will be a constant. അപ്പൊ ഈ പ്രൊജക്ടൈൽ മോഷന്റെ എൻറ്റയർ ഡ്യൂറേഷനില് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി will be constant. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും throughout the entire duration of the journey. അപ്പോ ഹൊറിസോണ്ടൽ കമ്പോണന്റിന് ഏതൊരു പോയിന്റ് എടുത്താലും ചേഞ്ച് വരില്ല. പക്ഷെ ഇവിടെ ചേഞ്ച് വരുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ച് വന്നേനെ, പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്, എ ഇനീഷ്യൽ പോയിന്റ്, ബി ഫൈനൽ പോയിന്റ്. അപ്പോ ഞാൻ പറഞ്ഞു രണ്ട് പോയിന്റിന്റെ വെലോസിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഏത് വെലോസിറ്റിയിലാണ് ഞാൻ എറിഞ്ഞത് അതേ വെലോസിറ്റിയിലായിരിക്കും താഴെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്. ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമേ മാറത്തുള്ളൂ, ഡയറക്ഷൻ. ഇവിടെ മുകളിലേക്കായിരുന്നു നമ്മുടെ യു വൈ എന്ന് പറയുന്നത്, ഇതെന്റെ യു എക്സ് ആണ്. പക്ഷെ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ യു എക്സ് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും, മാറ്റമില്ല. പക്ഷെ യു വൈയുടെ ഡയറക്ഷൻ താഴത്തോട്ടായി മക്കളെ.
അപ്പോ ഇവിടെ ഇനീഷ്യൽ പോയിന്റിൽ യു വൈ മുകളിലേക്കാണ്, ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആരോ താഴത്തോട്ടല്ലേ വന്ന് ഹിറ്റ് ചെയ്യുന്നേ, അപ്പൊ യു വൈ വിൽ ബി ഡൗൺവേർഡ്. അപ്പൊ there will be only one change in the velocity 2i. യു വൈ എങ്ങോട്ടാ? താഴത്തോട്ട്, ആദ്യം മുകളിലേക്കായിരുന്നു. സോ ദിസ് വിൽ ബി -3j. ഇവിടുത്തെ പ്ലസ് മാറി ഇവിടെ മൈനസ് വന്നു. വേറെ ഒരു ചേഞ്ചും അവിടെ വരാനില്ല. That is the only change that is gonna be there. വേറെ ഒരു ചേഞ്ചും അവിടെ വരാനില്ല. There is no other change which appears there. So that is the logic, that is the idea. മനസ്സിലായോ നമുക്ക്? മനസ്സിലായോ നോക്കിക്കേ? ഈസ് ഐഡിയ ക്ലിയർ എന്ന് നോക്കാം. അവിടെ ആകെ ചേഞ്ച് വരുന്നത് കമ്പോണന്റ് ഓഫ് വെലോസിറ്റിക്ക് മാത്രമാണ്. ആ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിക്ക് മാത്രമേ അവിടെ ചേഞ്ച് വരുള്ളൂ. വേറെ ഒരു സംഭവത്തിനും അവിടെ ചേഞ്ച് ഇല്ല. അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ബിക്കോസ് സാറ് പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ will be equal to the final velocity with which it is hitting the ground. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനും ഫൈനൽ വെലോസിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ഗ്രൗണ്ടും സെയിം ആണ്. പക്ഷെ ഇവിടെ എന്തിന് മാത്രം ചേഞ്ച് വന്നു? ഡയറക്ഷന് ചേഞ്ച് ഉണ്ട്. അപ്പോ വാല്യൂന് ചേഞ്ച് ഇല്ല. എന്തിനു മാത്രം ചേഞ്ച് ഉള്ളൂ? ഡയറക്ഷന് മാത്രമേ ഒരു ചേഞ്ച് ഉള്ളൂ. ആ ഡയറക്ഷന്റെ ചേഞ്ച് ആണ് നമ്മൾ അവിടെ അക്കൗണ്ട് ചെയ്തത്. ഓൺലി ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. ദർ ഇസ് ചേഞ്ച് ഇൻ നത്തിങ് എൽസ്. മനസ്സിലായോ മക്കളെ? Yes, sir. Yes, sir. ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോട്ടോ. ഇത്രയും സമയമെടുത്ത് സാർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കാം. The horizontal range and the maximum height of a projectile are equal. The angle of projection of the projectiles. മക്കളെ ഇവിടെ സാർ ഒരു ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞുതരാം. ഈ ഷോർട്ട് കട്ട് ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മുടെ ഹൈറ്റിനെയും റേഞ്ചിനെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുല. h/r is equal to tan theta by 4. മക്കളെ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്ത് വെക്കുക. ഇത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലിന്റെ കേസിലാണ് ആപ്ലിക്കബിൾ. Ground to ground. Please remember this shortcut formula. h/r is equal to tan theta by 4. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, u square sin square theta by 2g. റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, u square sin 2 theta by g. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, h/r is equal to tan theta by 4 ആണ്. h/r is equal to tan theta by 4. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നു the horizontal range and the maximum height are equal. horizontal rangeും maximum heightും ഈക്വൽ ആണ്. അത് ഈക്വൽ ആണെങ്കിൽ h equal to r എന്നാ ക്വസ്റ്റ്യനിൽ പറയുന്നേ. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? h equal to r ആണ്. അപ്പൊ r ന് വരെ നമുക്ക് h എന്ന് എഴുതി. so that is equal to tan theta by 4. So that is equal to 1. So tan theta is equal to 4 എന്ന് കിട്ടി. Or theta is equal to മക്കളെ tan inverse of 4. So the answer is option B for the question. Theta is equal to tan inverse 4. അപ്പൊ h equal to r ആണ്. Height is equal to the range ആണ്. Height equal to the range എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഇത് എഴുതുന്നത്. Tan theta is equal to 4. Tan theta is equal to 4, h is equal to r എന്ന കണ്ടീഷൻ ബേസ് ചെയ്ത് നമ്മൾ എഴുതി. Alright? ഇത്രയും നമുക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞാല്? Is it clear? നോക്കിക്കേ, ഫുൾ ഒന്ന് നോക്കിക്കേ. Yes? സംശയമില്ലല്ലോ? Shall we proceed further? Yes, sir. Yes, sir. Okay. So h/r is equal to tan theta by 4. അപ്പോൾ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ ആണ്. ഹൈറ്റ് ഈക്വൽ ടു റേഞ്ച് ആണ്. സോ tan theta is equal to 4 എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കിനി അടുത്ത ഒരു പോർഷനിലേക്ക് പോവാം. അടുത്തൊരു 28 ചെയ്യാം.
A missile is fired from a maximum range with an ഇവിടെ എന്താ പറയുന്നത് missile is fired from a for a maximum range with an initial velocity 20. The range of the missile is missile range കണ്ടുപിടിക്കണം. മക്കളെ ഇവിടെ പറയുന്നത് എന്താ മാക്സിമം റേഞ്ച് എപ്പോഴാ മാക്സിമം എന്നാ സാർ പറഞ്ഞേ? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നോക്കി പറഞ്ഞേ. എപ്പോഴാ റേഞ്ച് മാക്സിമം? ഏത് ആംഗിളിൽ ലോഞ്ച് ചെയ്യുമ്പോഴാ റേഞ്ച് മാക്സിമം വരുന്നേ? 45 ഡിഗ്രി അല്ലെ അനീന? ഏത് ആംഗിളിലാ? 45 degree. 45 ഡിഗ്രി. എന്നാ 45 degree. കിരൺ? 45 degree. റൽഫ? 45 degree. 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രിയിലാണ് റേഞ്ച് മാക്സിമം. റേഞ്ച് ഇസ് മാക്സിമം അറ്റ് 45 ഡിഗ്രി. അപ്പൊ മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻസ് ആർ എഴുതിയായിരുന്നു. റേഞ്ചിന്റെ ഇക്വേഷൻ ഇതായിരുന്നു, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. റേഞ്ച് മാക്സിമം ആണെങ്കിൽ വി കൻ ഈസിലി റൈറ്റ് ഇറ്റ് ആസ് യു സ്ക്വയർ ബൈ ജി എന്ന് എഴുതാം. യു സ്ക്വയർ ബൈ ജി. So we are writing it finally in this form. Range maximum is equal to u square എന്ന് പറഞ്ഞാൽ velocity square. So 20 square by g എന്ന് പറയുമ്പോൾ 10 ആണ്. So this is going to be equal to എന്ത് വരും? 400 by 10 which is equal to 400 by 10 എന്ന് പറയുമ്പോൾ 40 അല്ലേ? So option A is the right answer for the question. മനസ്സിലായോ മക്കളെ? Okay? Is it clear? Yes, sir. Yes. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. Yeah. The next set of questions are on the screen right now. ഇത് മക്കൾ ചെയ്ത ആൻസർ പറയണം. Question number 33 ആണ്. You have to do it and tell me the answer for this. A particle A is dropped from a height. Another particle B is projected in horizontal direction with speed 5 meters per second from the same height. Then the correct statement is. കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു ഒരു ഹൈറ്റിൽ നിന്ന്, അല്ലെ? ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു താഴത്തോട്ട്. മറ്റേ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്? മറ്റേ ഒബ്ജക്റ്റ് നമ്മൾ എന്താ ചെയ്തേ? പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്തെന്ന് പറഞ്ഞാലും, പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാലും അവിടെ എന്ത് 0 ആണ്? യു വൈ 0 ആണ്. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സാർ കാണിച്ചു തരാം. എന്താണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടോ? യു വൈ 0 ആണ്. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വിൽ ബി 0 ഇഫ് ഇറ്റ് ഇസ് ഡ്രോപ്ഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. ഓക്കെ, അപ്പോ ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുമ്പോഴും വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ? 0 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ കമ്പോണന്റിനെയാണ്. അപ്പൊ ടൈം നമ്മൾ എഴുതുക എങ്ങനെയാണ്? റൂട്ട് ഓഫ് 2h by g എന്നാണ് എഴുതുക. അപ്പൊ ഈ ടൈം വിൽ ബി ദ സെയിം വെദർ ഇറ്റ് ഇസ് ഡ്രോപ്ഡ് ഡൗൺ അല്ലെങ്കിൽ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്താലും. കാരണം നമുക്ക് വേണമെങ്കിൽ നോക്കാം, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ, രണ്ട് കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ h ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ h ഈക്വൽ ടു uyt പ്ലസ് ഹാഫ് at സ്ക്വയർ. അപ്പൊ യു വൈ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. നേരെ താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴും യു വൈ 0 ആണ്, ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുമ്പോഴും യു വൈ 0 ആണ്. അപ്പൊ നമുക്ക് ബാക്കി വരുന്ന എന്താ? രണ്ട് കേസിലും h ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ഇതാണ് രണ്ട് കേസിലും ബാക്കി വരുന്നത്. അതായത് രണ്ട് കേസിലെയും ടൈം എന്താണ്? സെയിം ആണ്. രണ്ട് കേസിലെയും ടൈം സെയിം ആണെങ്കിൽ both the particles will reach the ground at
will reach the ground same ടൈമിലാണോ ഡിഫറെന്റ് ടൈമിലാണോ എത്തുക? സെയിം ടൈമിലാണോ ഡിഫറെന്റ് ടൈമിലാണോ എത്തുക? സെയിം ടൈം. Same time. Both the particles will reach the ground at the same time. രണ്ടുപേരും ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി സെയിം ആയിരിക്കും. ആയിരിക്കുമോ? Will it be equal? സെയിം ആയിരിക്കുമോ? ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ചുമ്മാ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ടു ജി എച്ച് യൂസ് ചെയ്താൽ മതി. പക്ഷേ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കേസ് എന്താ? ഇനീഷ്യലി യു വൈ സീറോയാ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എഴുതിയില്ലേ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്നൊക്കെ എഴുതിയില്ലേ, വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അപ്പോൾ ഇവൻ ഹിറ്റ് ചെയ്യാൻ പോകുന്ന വെലോസിറ്റി വിൽ ബി ഡിഫറെന്റ്. അപ്പോ ഈ രണ്ടുപേരും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഒരേ ഒരു കണ്ടീഷനാണ് മക്കളെ സെയിം ആവുന്നത്. ഇത് സെയിം ആയിരിക്കത്തില്ല. എന്താണ് സെയിം ആവുന്നത്? ഒരുമിച്ച് രണ്ടുപേരും ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും, അത് കറക്റ്റ് ആണ്, വേറെ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. രണ്ടുപേരും ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സെയിം സ്പീഡിലൊന്നും ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അപ്പോ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇത് മനസ്സിലായോ? ഒന്നുകൂടെ സാർ പറയണോ അത്? സർ മനസ്സിലായി. അന്ന, അനീന, കിരൺ, മനസ്സിലായി. അതി സർ h equal to ut plus half at square എങ്ങനെ ഡിറൈവ് ചെയ്തേ? എടാ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് അത്. തന്നെ അത് ഇതിൽ ഉപയോഗിക്കാം. പിന്നെ അതെല്ലായിടത്തും ഉപയോഗിക്കാം. അത് മോഷൻ ഉണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലൊക്കെ ഉപയോഗിക്കാം. സെയിം ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇങ്ങനെ ഇപ്പൊ അത് ചോദിച്ച പോലെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഡൗട്ട് വന്നാലും മക്കളെ ചോദിക്കണം കേട്ടോ, ക്ലിയർ ചെയ്ത് പോവാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയ ഡൗട്ട് ആയിരിക്കും നിങ്ങളുടെ മാർക്ക് കളയാൻ പോകുന്ന എക്സാമിനേഷൻ. ഓക്കെ, question number 34. Two projectiles of same mass and with same velocity are thrown at angles 60 degree and 30 degree with the horizontal. Then which will remain same? പറയാമോ? 60 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലും ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? 60 degree and 30 degree. Is there any speciality for the angle? പറയാമോ? Complementary. Yes, the angles are complementary in nature. അതാണ് അവരുടെ സ്പെഷ്യാലിറ്റി. The angles are complementary in nature. അത് തന്നെയാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. If the angles are complementary, എന്ത് സെയിം ആയിരിക്കുന്ന സാർ പറഞ്ഞത്? Range. Yes, if the angles are complementary, മക്കളെ ഓർത്ത് വെക്കുക, the range of the projectile will be the same. Please remember, if the angles are complementary in nature, the range of the projectile will be the same. Okay, so the angles are complementary means the range of the projectile will be the same. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. If the angles are complementary in nature, the range of the projectile will be the same. Please remember that. Okay, so the angles are complementary means the range of the projectile will be the same. Question number 35. If a body A of mass m is thrown with a velocity v at an angle 30 degree to the horizontal and another body B of the same mass is thrown with the same speed at an angle of 60 degree to the horizontal, ratio of horizontal range A to B is. എന്തായിരിക്കും റേഷ്യോ? റേഞ്ച് ആണ് വീണ്ടും ചോദിക്കുന്നത് അല്ലേ? വീണ്ടും ചോദിക്കുന്നത് റേഞ്ച് ആണ്. ഒരാംഗിൾ 30 ഡിഗ്രി, മറ്റേ ആംഗിൾ 60 ഡിഗ്രി, വെലോസിറ്റി സെയിം ആണ്. മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ബട്ട് മാസും സെയിം ആണ്. ഓക്കെ, ആംഗിൾസ് ഒരെണ്ണം 30 ഡിഗ്രി, മറ്റേത് 60 ഡിഗ്രി. അപ്പൊ എന്ത് സെയിം ആയിരിക്കും മക്കളെ? പറ. 30 ഡിഗ്രി 60 ഡിഗ്രി എന്ത് ആംഗിളാ? Complementary. അനീന പറഞ്ഞേ. കറക്റ്റ് അതി. അനീന പറഞ്ഞേ. റേഞ്ച് സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാ റേഞ്ച് സെയിം ആവുന്നത്?
45 degree. ശരി, കോംപ്ലിമെന്ററി ആംഗിൾ ആയതുകൊണ്ട്. അന്ന പറഞ്ഞേ, വാട്ട് ഇസ് റീസൺ അന്ന? റേഞ്ച് സെയിം ആയതുകൊണ്ട്, അല്ല, കോംപ്ലിമെന്ററി ആംഗിൾ ആയതുകൊണ്ട് റേഞ്ച് സെയിം ആയിരിക്കും. കിരൺ, വാട്ട് ഇസ് റീസൺ? കോംപ്ലിമെന്ററി ആയതുകൊണ്ട് റേഞ്ച് സെയിം ആയിരിക്കും. ഒരെണ്ണം 30 ഡിഗ്രി, മറ്റേത് ഏതാ റഫ? ഒരെണ്ണം 30 ഡിഗ്രി, മറ്റേത് 60 ഡിഗ്രി. 60 ഡിഗ്രി. അപ്പോ കോംപ്ലിമെന്ററി ആംഗിൾ ആണ്, അപ്പൊ റേഞ്ച് സെയിം ആയിരിക്കും. പ്രത്യേകിച്ച് ഇക്വേഷൻ ഒക്കെ എഴുതി റേഷ്യോ എടുത്ത സമയം കളയണോ? വേണ്ട, റേഞ്ച് സെയിം ആയിരിക്കും. R1 is equal to R2. അപ്പൊ റേഷ്യോ എന്തായിരിക്കും? 1:1. Because റേഞ്ച് സെയിം അല്ലേ, സോ റേഷ്യോ വരുമ്പോ 1:1 will be the answer for the question. മനസ്സിലായോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ മക്കളെ, സാർ ഒരു കാര്യം മുന്നേ പറഞ്ഞേക്കാം, ഞാൻ അവസാനം പറയാൻ മറന്നുപോകും. ബയോളജി ക്ലാസ് ഇന്ന് 11:30 തന്നെയാണ് കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. ടൈമിംഗ് എക്സാക്ട് ടൈം. ഇന്നലെ മാത്രം ആണ് ഒരു ചേഞ്ച് വന്നത്. പിന്നെ ബയോളജി ക്ലാസ്സിൽ മിസ് നല്ല എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്നതാണ്. ഷീസ് എ ഹൈലി റെക്കഗ്നൈസ്ഡ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ് ഡോക്ടർ ശില്പ ഗണേഷ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ US ബേസ്ഡ് ഉള്ള പല ഫോറിൻ യൂണിവേഴ്സിറ്റീസിലെ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് മിസ്. ഓക്കെ, അപ്പോ ആ മിസ് ഡൗൺ ടു എർത്ത് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഇത്രയും നന്നായി ക്ലാസ് എടുത്ത് വരുമ്പോൾ മക്കൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. മിസ് എപ്പോഴും മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരരുത് കേട്ടോ. നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. കേട്ടോ പറഞ്ഞത്? Yes, sir. അതിന് റെസ്പോൺസ് ഇല്ലേ? Yes, sir. Yes, sir. ഓക്കെ, മിസ് കിരണ കേട്ടല്ലോ അല്ലെ? കിരണ ഒന്നും ഇണ്ടാത്തത്. മക്കൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല സാറ്, പക്ഷെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ കിരൺ ഇല്ലല്ലോ ബയോളജിക്ക്, സോറി. ഓക്കെ, നിങ്ങള് ബയോളജിക്ക് കയറുന്ന മക്കള് സ്ട്രിക്റ്റ് ആയിട്ട് മിസ്സിന്റെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. വെറുതെ മിസ്സിനെ പ്രാന്താക്കാൻ നിൽക്കരുത്. ഓക്കെ, കാരണം ഷീ ഈസ് യൂസ് ടു ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റെസ്പോൺസസ്. അപ്പം മിസ്സിന് നമുക്ക് ടീച്ചേഴ്സിന് റെസ്പോൺസ് കിട്ടുമ്പോൾ ടീച്ചേഴ്സിന് ഒരു എനർജിയാണ്. ടീച്ചേഴ്സിന് വളരെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ആകെ എന്തോ ഭിത്തിനെ നോക്കി പഠിപ്പിക്കുന്ന ഒരു ഫീല് വരും. അപ്പൊ ഒട്ടും എഫക്റ്റീവ് ആവില്ല നമ്മുടെ ക്ലാസ്സസ്. ക്ലാസ്സസ് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കാനൊക്കെ നിങ്ങൾ മറുപടി പറയണം. അതിപ്പോ നിങ്ങൾക്ക് ആൻസർ അറിയണമെന്നില്ല. ആൻസർ അറിയില്ലെങ്കിൽ മിസ് അറിയത്തില്ല, മിസ് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. അറിയത്തില്ലെന്ന് പറയാനും കുഴപ്പമില്ല. മിസ് ഐ ഡോണ്ട് നോ, സോറി ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ മതി. അറിയത്തില്ല എന്ന് പറയുന്ന പ്രശ്നമുണ്ടോ? ഇല്ല. അറിയാമെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ പറയാം. തെറ്റിപ്പോയെന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങൾ ആരും പീനലൈസ് ചെയ്യാനോ ഫൈൻ അടിക്കാനോ ഒന്നും പോകുന്നില്ല തെറ്റിപ്പോയെന്ന് വെച്ചാൽ. പക്ഷെ മക്കള് കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോളണം. ദാറ്റ് ഇസ് വാട്ട് യു നീഡ്. കേട്ടോ? മനസ്സിലായില്ല എല്ലാവർക്കും? Yes, sir. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, സാർ നിങ്ങൾക്ക് ഇന്ന് നമുക്ക് ഫിസിക്സിന്റെ ഒരു സെഷൻ കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക് വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ സാർ നിങ്ങൾക്ക് ഒരു 3 സപ്പോർട്ടിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 3:30 നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 3:30 മുതൽ 5 മണി വരെയുള്ള ടൈമില് അതിരുന്ന് കാണണം. അതിരുന്ന് കണ്ട് മേക്ക് എ ഷോർട്ട് നോട്ട് ആൻഡ് എവറിത്തിങ് ബേസ്ഡ് ഓൺ ദാറ്റ്. അതിനുശേഷം 5 മണി മുതൽ 6 മണി വരെ ജസ്റ്റ് 1 hour വി ആർ ഗോണ ഹാവ് എ ക്ലാസ് ഓൺ ദാറ്റ്. കേട്ടോ? അപ്പോ മക്കള് 3:30 മുതൽ അപ്പൊ ഒരു ഫിസിക്സിന്റെ ഒരു കണ്ടിന്യൂസ് ലോങ് സെഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടുക. ബിക്കോസ് ദ ചാപ്റ്റർ ഇസ് ദാറ്റ് ഇമ്പോർട്ടന്റ്. കേട്ടോ? ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഈ സാറ്റർഡേ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അവധി തരും. ബിക്കോസ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടൈം ഫ്രെയിം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കട്ടെ, ഷെഡ്യൂൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സാറ്റർഡേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അവധി തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് കുറച്ച് നേരം കൂടി പഠിക്കാമല്ലോ. അതായത് വീക്ക്ലി ടെസ്റ്റ് സൺഡേ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ മിസ് ഔട്ട് ആയിട്ടുള്ള പോർഷൻസോ മിസ് ഔട്ട് ആയിട്ടുള്ള സാർ അയച്ചെന്ന കണ്ടന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വീക്കില് മാത്രം, അടുത്ത ആഴ്ച തരാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രോഗ്രാം അങ്ങനെ ഡിലേ ആയിപ്പോകും. അപ്പൊ 28-ാം തീയതി തീരേണ്ടത് ഒരു ദിവസം കൂടി അങ്ങ് എക്സ്ട്രാ ആവും. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് സാർ എക്സ്ട്രാ ഡേ തരാമെന്ന് പ്ലാൻ ചെയ്തത്. അത് ഞാൻ കൺഫേം ചെയ്ത് പറയാം. സാറ്റർഡേ ഒരു എക്സ്ട്രാ ഡേ നിങ്ങൾക്ക് തരാം. മാക്സിമം നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം ആസ് എ ഫ്രീ ഡേ. ബിക്കോസ് അന്ന് ഒരു ഫ്രീ ഡേ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി നിങ്ങൾ മിസ് ഔട്ട് ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് തരാൻ വേണ്ടി മാത്രം. കേട്ടോ? എന്നിട്ട് സൺഡേ ആവുമ്പോൾ എക്സാം ഉണ്ടാകും. അപ്പൊ ഒരു 1 വീക്കിലെ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ആ സൺഡേക്കുള്ളിൽ പഠിച്ചു തീർത്തോളണം.
ഓക്കെ, അതിനുവേണ്ടിയാണ് എക്സ്ട്രാ ഡേ തരുന്നത്. അടുത്ത ആഴ്ച മുതൽ ബാക്ക്ലോഗ്സ് ഒന്നും വരരുത്. ആദ്യത്തെ ഒരു ആഴ്ചക്ക് ഒരു ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടാകും നിങ്ങൾ ഒരു ടോണിൽ വരാൻ വേണ്ടി. അപ്പൊ കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് എക്സ്ട്രാ ഡേ സാർ തരുന്നത് കേട്ടോ. അത് ലെറ്റ് മീ ഇൻക്ലൂഡ് ദ ഷെഡ്യൂൾ ആൻഡ് ഐ വിൽ റീസെൻഡ് ദ ഷെഡ്യൂൾസ് എവരിതിങ് കേട്ടോ. അത് നോക്കട്ടെ. 100% സാർ പറയുന്നില്ല എന്നൊരു അവധി ദിവസം, പക്ഷെ ഐ വാണ്ട് ടു ഗിവ് യു എ ഫ്രീ ഡേ ദാറ്റ് ഡേ. അപ്പൊ ഞാൻ എന്തായാലും മാക്സിമം നോക്കട്ടെ. ടീച്ചേഴ്സ് ഒക്കെ അന്ന് ഇതാണെങ്കിൽ ഞാൻ അന്ന് ഒരു ഫ്രീ ഡേ ആക്കി തരാം. ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് സാർ പറഞ്ഞ കേട്ടല്ലോ, 3:30 മുതൽ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, 5-10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക മക്കളെ. ബ്രേക്ക് എടുത്തൊന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സാർ തന്നിട്ടുള്ള സെഷൻസ് 3 സെഷൻസിന്റെ വീഡിയോസ് സാർ അയച്ചു തരും. മക്കൾ അത് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം സാർ ക്ലാസ്സിൽ വരും. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും നമ്മൾ കേട്ടോ. ഒരു 1 hour സെഷൻ, 1 hours 15 minutes സെഷൻ ആണ് വെക്കുന്നത്. പിന്നെ ഇന്ന് രാത്രി നിങ്ങൾക്ക് ക്ലാസ് ഒന്നും വെക്കുന്നത്, അതായത് രാത്രി കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഒന്നും ഇല്ല. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തോളണം ഇന്ന്. അപ്പൊ തന്നെ കെമിസ്ട്രി ക്ലാസ് കഴിയുമ്പോൾ തന്നെ പോയി കിടന്ന് ഉറങ്ങരുത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു 10-11 മണി വരെ കിടന്ന് യൂസ് ചെയ്തോളണം കേട്ടോ. ക്ഷീണം വരും, ടയർഡ്നെസ് വരും. ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അതിൽ കൂടെ ഇത് കിടക്ക് നടക്കുക. ഉറക്കം വരുമ്പോൾ ബുക്ക് കൈ പിടിച്ച് നടന്ന് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക ഉറക്കം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. സോ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് തന്നിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ആഴ്ച ഒരു സെറ്റ് ഓഫ് മെറ്റീരിയലോട് സാർ തരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പൊ അത് ചെയ്യുക ഉറക്കം വരുന്ന സമയങ്ങളിൽ. ഉറക്കം വരുന്നതോ ക്ഷീണം വരുന്നതോ ഒന്നും തെറ്റല്ല, ഇറ്റ് ഓൾ ഹാപ്പൻസ്. പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്തെടുക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ഉറക്കം വരുന്ന മുഖം പോയി കഴുകുക. ഇനി രാത്രിയാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ രാത്രി തലനച്ചൊന്ന് കുളിക്കുക. അപ്പൊ കുറച്ച് ഉറക്കം മാറി കിട്ടും. എന്തെങ്കിലുമായിട്ട് ചെയ്യുക. ഡു സംതിങ്, ഫൈൻഡ് സംതിങ് ഓൺ യുവർ ഓൺ ടു ഗെറ്റ് റിഡ് ഓഫ് ദ സ്ലീപ്പ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഒരു 11 മണി വരെയെങ്കിലും നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. രാവിലെ 5 മണിക്കെങ്കിലും വീണ്ടും എഴുന്നേക്കണം. ആ ഒരു ആക്റ്റീവ് പീരീഡ് ഉണ്ടായിരിക്കണം കേട്ടല്ലോ. ഓക്കെ, കേട്ടോ? അയ്യോ, അത് പറഞ്ഞപ്പോഴേ ക്ഷീണമാണല്ലോ. ഓക്കെ, ഇനി ക്ഷീണം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ 6 മണിക്ക് കുത്തി എഴുന്നേപ്പിച്ച് ക്ലാസ് വെക്കൂട്ടോ. ക്ഷീണം കാണിച്ചു കഴിഞ്ഞാൽ എനർജി ആയിട്ടിരിക്കണം കേട്ടോ. ഇനി ഇത് ക്ലാസ് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങരുത്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് പഠിക്കാനുള്ള സമയമാണ്. ഇത് പഠിച്ച് അതുപോലെ ഇന്നത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ബയോളജി ക്ലാസ്സിന് മുമ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിന്, ഇന്നത്തെ പരീക്ഷയ്ക്കുള്ള നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇന്നലത്തെ മാർക്ക് പോരാ എല്ലാവരുടെയും. അത് ഇപ്പൊ തന്നെ അയച്ചു തന്നേക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അയക്കാൻ വിട്ടുപോയി. അപ്പൊ അത് എല്ലാവരും മസ്റ്റ് ആയിട്ട് നോക്കുക. പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എഴുതാൻ കേട്ടോ. കുറെ അധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പരീക്ഷയുടെ ടോപ്പിക്സിന്റെ കുറെ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലൊക്കെ അയച്ചതാ, സാർ പറഞ്ഞു തരാം. നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. പിന്നെ ഇല്ലേ, സാറ്റർഡേ പറ്റുവാണെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെച്ച് തരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആയിട്ട് വെച്ച് തരാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഡൗട്ട്സ് ഉള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് യു ക്യാൻ ആസ്ക് ഓൾ ദ ഡൗട്ട്സ് ആൻഡ് എവരിതിങ്. ഓക്കെ, അപ്പോൾ ഓൾറൈറ്റ്, നമുക്കിനി അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവാം. പെട്ടെന്ന് ആ ഒരു കൺസെപ്റ്റ് പറയാം. ഇത് വീണ്ടും നിങ്ങൾ പഠിക്കും. അപ്പൊ സാർ ഒരു ഇൻട്രോ പോലെ കൂട്ടിയാൽ മതി. Concept, the last concept in our chapter, projectile motion. അപ്പോ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് സാർ അയച്ചു തന്ന ആ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വീഡിയോ ആയിട്ട് അയച്ചു തന്നത്. അത് മക്കൾ കാണണം. അത് 100% ഈസിലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 2 കൺസെപ്റ്റ് ആണ്. അത് വീണ്ടും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഡബിൾ ആയിട്ട് കേട്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്ന് കണ്ട് നോക്കിക്കൊള്ളാം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സർക്കുലർ മോഷനെ കുറിച്ചാണ്. സർക്കുലർ മോഷൻ മക്കളെ, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആണുള്ളത് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. ഈ 2 ടൈപ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ട് നമുക്കൊരു 3 ടേംസ് പറയണം. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആംഗിളിൽ ഉള്ള ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇഫ് ദിസ് ഇസ് മൈ സർക്കിൾ, ഇഫ് an object is moving in a circular path, ഇനീഷ്യലി എന്റെ ഒബ്ജക്റ്റിന്റെ പോയിന്റ് പി ഇവിടെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പോയിന്റ് പി ഇവിടെ എത്തി. ഓക്കെ, സോ ദി ആംഗിൾ ത്രൂ വിച്ച് ദ ഒബ്ജക്റ്റ് ഹാസ് മൂവ്ഡ്, ദ ആംഗിൾ ത്രൂ വിച്ച് ദ ഒബ്ജക്റ്റ് ഹാസ് മൂവ്ഡ്, അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റി, അതാണ് അടുത്ത ടേം. ആംഗുലാർ വെലോസിറ്റി നമ്മൾ ഒമേഗ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഒമേഗ
ഇതിന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ രണ്ട് ഡെഫിനിഷൻ നമുക്ക് എഴുതാം. ഒന്നല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി, അതായത് ദ ഡെറിവേറ്റീവ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഗീവ്സ് യു ഒമേഗ. ഓർ ഇതും ഓർത്ത് വെക്കാം, ഒമേഗ is equal to v by r, where v is the linear velocity or linear speed. ഇത് വട്ടത്തിൽ കറങ്ങുന്ന സ്പീഡാണ് v എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേം ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫ വെച്ച് റെപ്രസെന്റ് ചെയ്യും. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡി ഒമേഗ ബൈ ഡി ടി. നമ്മള് എക്സും വെലോസിറ്റിയും ആക്സിലറേഷൻ ഒക്കെ എഴുതുന്നില്ലേ, അതുപോലെ തന്നെ ഇത് ആംഗുലാർ സർക്കുലർ മോഷനിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി, ഓർ ആൽഫ ഇസ് ഈക്വൽ ടു എ ടി ബൈ ആർ. മക്കളെ എ ടി എന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് നമ്മൾ വിളിക്കാം. അതെന്താണെന്ന് സാർ വഴിയെ കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം എ ടി ബൈ ആർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ മൂന്ന് സംഭവം, ആംഗുലാർ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, ഡി തീറ്റ ബൈ ഡി ടി. ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ആംഗുലാർ ആക്സിലറേഷന്റെ റെപ്രസെന്റേഷൻ ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി, ഓർ ആൽഫ ഇസ് ഈക്വൽ ടു എ ടി ബൈ ആർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ വാല്യൂ, ദാറ്റ് ഇസ് എ ഐഡിയ. ഇനി സർക്കുലർ മോഷൻ രണ്ട് ടൈപ്സ് ഉണ്ട്. ഈ സർക്കുലർ മോഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനിൽ വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഏതൊരു പോയിന്റ് എടുത്താലും വെലോസിറ്റി വിൽ ബി ടാൻജൻഷ്യൽ, അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എല്ലാ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കും. The direction of velocity keeps on changing, and since the direction of velocity keeps on changing, we cannot say that it is a constant. അപ്പൊ നമ്മൾ ഇവിടെ സ്പീഡ് ബേസ് ചെയ്താണ് പറയുന്നത്. സോ വെലോസിറ്റി നോട്ട് കോൺസ്റ്റന്റ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്താണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്പീഡ് ബേസ് ചെയ്താണ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് സർക്കുലർ മോഷൻ ഡിഫൈൻ ചെയ്യും. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ the speed is a constant എന്നാണ് അർത്ഥം. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അതിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുന്നത്. A circular motion in which the speed is a constant. Okay. അപ്പൊ സ്പീഡ് ആണ് എടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, if an object is undergoing a uniform circular motion, ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. And ഈ ആക്സിലറേഷൻ will be directed towards the center. അവനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ്. സെൻട്രിപെറ്റൽ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ. റേഡിയൽ ഓർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ആർ എന്ന് എഴുതാം. ആൻഡ് എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ആർ ആണ്. ദാറ്റ് ഇസ് ഇക്വേഷൻ. ഒമേഗ എന്ന് വിളിക്കുന്ന പേര് ആംഗുലർ വെലോസിറ്റി. ആർ ഇസ് എ റേഡിയസ്. സോ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ. ഇവിടെ നമുക്ക് ഇതും ഓർത്ത് വെക്കാം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π എഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 2π ബൈ ടി എന്ന് എഴുതാം. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ്. ടി ഇസ് എ ടൈം പീരീഡ്. ഓക്കെ, ആൻഡ് പ്ലീസ് റിമെമ്പർ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് ആണ്. ടൈം പീരീഡ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π എഫ് ആണ്, അല്ലെങ്കിൽ 2π ബൈ ടി ആണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഈ എഫിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഹേർട്സിൽ തരും, അല്ലെങ്കിൽ റെവല്യൂഷൻസ് പെർ സെക്കൻഡിൽ തരും. ആർ പി എസ് എന്ന് പറയും, റെവല്യൂഷൻസ് ഓർ റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യനില് ആർ പി എം ആയിരിക്കും തരുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ആർ പി എം ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് ഡിവൈഡഡ് ബൈ 60 ചെയ്ത് ആർ പി എസ് ആക്കി മാറ്റണം.
RPM എന്ന് വെച്ചാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പൊ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ബൈ 60 ചെയ്ത് അതിനെ RPS ആക്കി മാറ്റണം. RPS ആക്കി മാറ്റിയതിനു ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പോ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലുള്ള കേസാണ് പറഞ്ഞത് യൂണിഫോം സർക്കുലർ മോഷൻ. ഇനി നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല. സ്പീഡ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. സ്പീഡ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. അതിനെയാണ് നമ്മൾ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. The speed is not a constant. സ്പീഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? നമുക്കിവിടെ രണ്ട് ആക്സിലറേഷൻ വരും സ്പീഡ് കോൺസ്റ്റന്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ. AC എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും ഉണ്ടാകും. Whenever an object moves in a circular path, അവിടെ AC ഉണ്ടാകും, ഉറപ്പ്. Whenever an object moves in a circular path, അവിടെ AC ഉണ്ടാകും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കൂടി ഉണ്ടാകും മക്കളെ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സ്പീഡ്. ചേഞ്ച് ഇൻ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. സ്പീഡ് കോൺസ്റ്റന്റ് അല്ല, ഇവിടെ ചേഞ്ച് ഇൻ സ്പീഡ് ഉണ്ട്. ആ ചേഞ്ച് ഇൻ സ്പീഡ് കാരണം നമുക്ക് എന്തുണ്ട്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാകും. ഇറ്റ് ഇസ് ഡയറക്ഷൻ ഇസ് ടാൻജൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇവിടെ വരച്ചാൽ ഇങ്ങനെ, ഇവിടെ വരച്ചാൽ ഇങ്ങനെ. അപ്പൊ ഒരു പോയിന്റിൽ ടാൻജൻഷ്യൽ ആണ് ആ വാല്യൂ. AT നമുക്ക് ഇങ്ങനെ എഴുതാം, AT is equal to dv by dt. The rate of change of velocity. അതിന് നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ രണ്ട് ആക്സിലറേഷൻ വന്നു, ATയും വന്നു, ACയും വന്നു. അപ്പൊ ഒരു റിസൾട്ടന്റ് ആക്സിലറേഷൻ കൂടി പറയണം. The resultant acceleration A is equal to root of AT square plus AC square. Resultant acceleration A എന്ന് പറഞ്ഞാൽ എന്താണ്? AT square plus AC square. അതാണ് റിസൾട്ടന്റ് ആക്സിലറേഷൻ. അപ്പൊ AC-യുടെ വാല്യൂ ഇവിടെ പഠിച്ച അതേ വാല്യൂ തന്നെയാണ്. വാല്യൂനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇവിടെ പഠിച്ച v²/r അല്ലെങ്കിൽ ω²r അത് തന്നെയാണ് ഇവിടെയും AC-യുടെ വാല്യൂ. AT എന്ന് പറഞ്ഞാൽ dv by dt എഴുതാം, അല്ലെങ്കിൽ ആൽഫയുടെ ഫോമിലുള്ള ഇക്വേഷൻ എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ ആൽഫയുടെയും ഒമേഗയുടെയും ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. സപ്പോസ് ദ ഒബ്ജക്ട് ഇസ് മൂവിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഒബ്ജക്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഒബ്ജക്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ആൻഡ് ദ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ ഒമേഗയും ആംഗുലാർ ആക്സിലറേഷന്റെയും ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി സർക്കുലർ സർഫസ്. ഈ സർക്കുലർ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒമേഗയുടെയും അതുപോലെ ആംഗുലാർ ആക്സിലറേഷന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്. Please remember that. Okay, so the direction will be perpendicular to the surface. ഒമേഗയുടെയും മറ്റേ ഡയറക്ഷൻ will be perpendicular to the surface. അപ്പൊ ആൽഫയുടെ ഒമേഗയുടെ ഡയറക്ഷൻ ഇതാണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് സർക്കുലർ മോഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് ഓഫ് മോഷനും നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ആദ്യം പഠിച്ചത് v² minus u² is equal to 2as, v is equal to u plus at, s equal to ut plus half at square അല്ലെ, sn is equal to u plus a into n minus 1/2. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇത് നമുക്ക് ഇവിടെ സർക്കുലർ മോഷന്റെ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ എഴുതാം മക്കളെ. ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ is equal to 2 alpha theta. Omega is equal to omega naught plus alpha theta, alpha t. Theta is equal to omega naught t plus
half alpha t square. Theta n is equal to omega naught plus alpha into n minus 1 by 2. അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണ്? വിന് പകരം ഒമേഗ. ഒമേഗ ഇസ് ദ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. നമ്മുടെ അതേ ഇക്വേഷൻ തന്നെ നമ്മൾ ആ ടേം ഒന്ന് മാറ്റി. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ നോട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ആംഗുലാർ ആക്സിലറേഷൻ. തീറ്റ എന്ന് പറഞ്ഞാലോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഒമേഗ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ നോട്ട് സ്ക്വയർ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് തീറ്റ ഈസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ്, ഈ 4 ഇക്വേഷൻസും നമ്മൾ സർക്കുലർ മോഷന്റെ ഫോമിലേക്ക് മാറ്റിയതാണ്. എസിന് പകരം തീറ്റ, ടി ടി തന്നെയാണ്. എക്ക് പകരം ആൽഫ, യുവിന് പകരം ഒമേഗ നോട്ട്, വിന് പകരം ഒമേഗ. ഫൈൻ. അപ്പോ അവിടെ പറഞ്ഞ കൺസെപ്റ്റ്, ലീനിയർ മോഷന്റെ അതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെയും എംപ്ലോയ് ചെയ്ത് കറസ്പോണ്ടിങ് ആൻസേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ ഇത്രയും? Is it clear till now? മനസ്സിലായി സാർ. ഹദി, റിഫ, അന്ന, കിരൺ, ക്ലിയർ ആൻസർ. മനസ്സിലായി. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ കൂടെ നമുക്ക് ചെയ്യാം. ബിക്കോസ് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ 2 കോണ്ടെക്സ്റ്റിലും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ, ഇത് സാർ പ്രീ റിക്വസിറ്റ് ആയിട്ട് സാർ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇത് റൊട്ടേഷനിലാണ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇതിന്റെ ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിനും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്കും ഇതിൽ നിന്നുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവത്തില്ല. റൊട്ടേഷണൽ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ സാർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. സാർ 1-2 ഫയൽസ് അയച്ചു തരാം. ബയോളജി ക്ലാസ് റൂം അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് ലോസ് ഓഫ് മോഷന്റെ ഞാൻ അയച്ചു തരുന്ന വീഡിയോ നിങ്ങളുടെ എക്സാമിന് ശേഷം 3:30 നിങ്ങളുടെ എക്സാമിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം ഈ പറഞ്ഞ കാര്യം കേട്ടോ. ഇതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. ദർ ഇസ് നോ എക്സ്ക്യൂസ് ഇൻ ദിസ്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ 3:40 തൊട്ട് കണ്ടിരിക്കണം. ആ 3 സെഷൻസ് ആയിട്ട് സാർ അയച്ചു തരും. അത് 3ഉം നിങ്ങൾ കണ്ടിരിക്കണം 3:30 ശേഷം. അതിനുശേഷം ഒരു 1 hour ക്ലാസ് വിൽ ബി ദയർ ഫോർ ദ ലോസ് ഓഫ് മോഷൻ. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും സാർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിന്. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കിട്ടും. അതിനു വേണ്ടിയാണ് സാർ ഇത് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ ബേർഡൻ ചെയ്യാനല്ല സാർ എക്സ്ട്രാ വീഡിയോസ് കൂടി ഇട്ട് തരുന്നത്. അത്രയും കൂടുതൽ നോളേജ് യു ഗെയിനിങ്. ക്ലാസ് പ്ലസ് ക്ലാസ് ഓൾറെഡി ഇപ്പം 1.5 മണിക്കൂറിന്റെ സെഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ. ബിക്കോസ് അത്രയും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്, അത്രയും കൂടുതൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര പതുക്കെ മെല്ലെ ഞാൻ പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് വേണമെങ്കിൽ മക്കൾ പറഞ്ഞാൽ മതി. ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. അല്ലെങ്കിൽ മാമിന്റെ നമ്പർ തന്നിട്ടില്ലേ, മാമിനോട് ചോദിക്കുക. മാം ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും ടീച്ചേഴ്സ് ആയിട്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, എന്ത് അഡീഷണലോ ഡിലീഷൻസോ വേണമെങ്കിലും മക്കൾ പറയാം കേട്ടോ. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. ഈ ടോപ്പിക്സ് സർക്കുലർ മോഷൻ ഒഴികെ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് നോക്കുക. നമ്മുടെ മെറ്റീരിയൽ വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, ഓക്കെ മക്കളെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ ഫോർ നൗ.